നല്ല ഗ്രാമ്പുമാണ്. നമ്മളെ ബ്രൈമൂർ എസ്റ്റേറ്റിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഗ്രാമ്പുമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തേയിലയ്ക്ക് വേണ്ടി എടുക്കുന്ന മുകളിലത്തെ പോഷൻ. അപ്പോൾ ഇത് കട്ട് ചെയ്താണ് ഉണക്കി പൊടിച്ച് നമ്മളെ തേയിലയായിട്ട് വരുന്നത് പല കമ്പനിയുടെ പേരിലും. നമ്മൾ ഷെവിക്കൊക്കെ ഇവിടെ നിന്ന് ഒരു ജാതിക്ക ഒപ്പിച്ചുകൊണ്ടുവന്ന് അവർ തന്ന് നമുക്ക് ജാതിക്ക ഉപ്പിട്ട് ഇപ്പം ഗ്രാമ്പൂവിന് വിളവെടുപ്പാണ്. ഗ്രാമ്പൂവിൻ്റെ വിളവെടുത്ത് അവർ അതിനെ വേർതിരിച്ച് ഇവിടെ ഉണക്കുകയാണ്. ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോ സെക്ഷനായിട്ട് ഉണക്കി എടുക്കുകയാണ് അവർ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ബ്രൈമൂർ എസ്റ്റേറ്റിലാണുള്ളത്. ഇപ്പം എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെയാണിത്. ഇപ്പം എങ്ങനെ ഷെബീക്ക എന്താ സംഭവം? ബ്രൈമൂറിലെ ഹെലിപ്പാഡാണ്. ഹെലിപ്പാഡിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഗ്രാമ്പ് ഇവിടെ ആയിട്ടാണ് ഉണക്കുന്നവർ. എന്നുവെച്ചാൽ നല്ല ഒറിജിനൽ സ്പൈസസ് ആണ്. നല്ല മണമുണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണല്ലോ. ഫസ്റ്റ് ക്വാളിറ്റി ബിബിയണ്ണുണ്ട്, അരുൺ ചേട്ടനുണ്ട്. പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ട് 2 പേര് നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ 1 റുപ്പീസ് ബ്രദേഴ്സ്. അപ്പോൾ അപ്പോൾ നമ്മളോട് ഒരു 3 ദിവസമായിട്ട് നമ്മളോട് പാലോടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ നാടൊക്കെ? അടിപൊളിയാണ്. അത് തന്നെ. ഇവരിപ്പം വയനാട് നിന്ന് 3 വർഷമായിട്ട് സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഇവരെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1 രൂപയ്ക്ക് അല്ലേ 1 രൂപ കളക്ട് ചെയ്ത് 5 ഭിന്നശേഷിക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇപ്പം വയനാട് ഇപ്പോൾ സ്ഥലമൊക്കെ വാങ്ങി വീട് പണി നടത്തിക്കൊണ്ടിരിക്കും. വീട് പണിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. തിരുവനന്തപുരം കഴിയുമ്പോഴത്തേക്കും വീട് പണി തീർത്തിട്ട് പിന്നെ കാശ്മീരിലേക്ക് പോവുകയാണ്. ഇപ്പം നിങ്ങളെ പേര് ഞാൻ വീണ്ടും വിടുന്നത് റിനീഷ്. ഓക്കെ. അപ്പം നമ്മൾ അവരെയും കൊണ്ട് ഇപ്പം നമ്മൾ ബ്രൈമൂർ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മൾ ബ്രൈമൂറൊക്കെ? പൊളിയാണ്. വന്നില്ലെങ്കിൽ നമ്മൾ നഷ്ടമായി. അപ്പോൾ ഇതാണ് വരാട് മുട്ടയാണ് ആ കാണുന്നതൊക്കെ. വരാട് മുട്ടയുടെ ടോപ്പാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് പൊന്മുടി. പൊന്മുടിയാണ് കാണുന്നത്. ഇപ്പോൾ പൊന്മുടി പൊന്മുടി ആ ഭാഗത്ത് പൊന്മുടിയിൽ വണ്ടി റോഡ് കാണാം. വണ്ടി ഇറങ്ങി പോകുന്നതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇനി നല്ല ഗ്രാമ്പുമാണ്. നമ്മളെ ബ്രൈമൂർ എസ്റ്റേറ്റിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഗ്രാമ്പുമാണ്. അപ്പോൾ ആ ഗ്രാമ്പു ഒന്ന് മരത്തിൽ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അതിൻ്റെ ജോലിയിലാണ്. തെങ്കാശി. അപ്പോൾ അവരിവിടെ ഓരോന്നായിട്ട് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർതിരിച്ച് ഇനി ഇത് വെയിലത്ത് ഉണക്കാൻ കൊണ്ടുപോയിട്ട് നല്ല മണം. ഇവിടെ നിൽക്കാൻ നല്ല മണമുണ്ട്. ഇവിടെ നല്ല മണമാണ് ഇവിടെ. രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ വേറൊരു ബ്ലോഗറുണ്ട്. പുള്ളി പേര് ഗണേഷ്. നമ്മളെ താഴെ വെച്ച് പരിചയപ്പെട്ടാണ്. പുള്ളി ഇപ്പം ഇവിടെ ബ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നേരെ മാടൻ വാട്ടർ ഫാൾസിലോട്ടൊക്കെ പോവാം. ഇവിടെ ഒരു കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ജോലിക്ക്. അതായത് 4000-ന് പുറത്തെ ഏക്കർ വരുമെന്നാണ് പറയുന്നത്. ഒരു സിംഗിൾ ഓണറിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരാൾക്കുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഗ്രാമ്പു നട്ടേക്കണ തോട്ടം ഫുള്ള് ഗ്രാമ്പുവാണ്. എല്ലാം ഗ്രാമ്പു മരങ്ങളാണ്. അപ്പോൾ ഓരോന്നാലും അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇവിടെ മേലെ നിന്ന് പറിച്ച് ഇവിടെ അത് വേർതിരിച്ച് അവർ അവിടെ കൊണ്ടുപോവുകയാണ്. ഇപ്പം പറിച്ച ചേട്ടാ അത്? ഇപ്പം പറിച്ച് ഇനി ഇത് ഉണക്കി വരുമ്പോൾ നമ്മൾ ശരിക്ക് ആയി വരണം ഗ്രാമ്പു ആയിരുന്നു. അപ്പോൾ അത് ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. നമ്മളെ ഹെലിപാഡാണ്. ബ്രൈമൂർ ഹെലിപാഡിലിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട്. അവിടെ എത്ര ദിവസം കൊണ്ട് അത് ഉണങ്ങി കിട്ടും? 3 ദിവസം മതി. 3 ദിവസം മതി. നല്ല വെയിലുണ്ടെങ്കിൽ 3 ദിവസം ഉള്ള വെയിൽ മാത്രം മതി. നല്ല വെയിൽ കൊള്ളുമ്പോൾ വൃത്തിയായിട്ട് ഇത് ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ എക്സ്പോർട്ടിങ്ങിന് ഉപയോഗിക്കില്ലേ? ഇവിടെ സെയിലില്ല. ഇത് ഇനി ഇവിടെ നിന്ന് അവർ പിന്നെ സെയിലിന് വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ ഈ ഗ്രാമത്തോട്ടം മാത്രം എത്ര ഏക്കർ വരും? ഇത് നമുക്ക് ഇത് പറയാൻ അതുകൊണ്ട് 800-900 ഏക്കറിന് മുമ്പോട്ടുണ്ട് മുകളിൽ ഗ്രാമ്പ്. നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റൂല. അത് കണക്ക് കൂട്ടി പറയാൻ പറ്റൂല. ചിലപ്പോൾ 1000 ഏക്കറിന് പുറത്ത് നമ്മൾ ഒരു ഉദ്ദേശ കണക്കാണ് പറഞ്ഞത്. അതിൽ കൂടാനാണ് സാധ്യത. ഗ്രാമ്പു അല്ല നമുക്ക് വേറെ എന്തുണ്ടോ? ഇതിലിപ്പോൾ ഗ്രാമ്പ് മാത്രമല്ല, ജാതിയുണ്ട്, കുരുമുളകുണ്ട്. അങ്ങനെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഏലം ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ജാതിയും
പിന്നെ ഗ്രാമ്പും ഇപ്പൊ മെയിനായിട്ട് ഗ്രാമ്പൂവിന്റെ വിളവെടുപ്പാണല്ലേ? ഗ്രാമ്പൂവിന്റെ വിളവെടുപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ജാതിയുടെ വിളവെടുപ്പാണ്. അപ്പൊ ചേട്ടന്റെ പേരെന്ന്? എൻ്റെ പേര് ജയകുമാർ. ജയകുമാർ. ഇവിടെ തന്നെ ഇവിടെ ഉള്ള ആളാണ്. ഇപ്പം ഇവിടെ രാത്രി നിൽക്കുന്നുണ്ടല്ലേ? താഴെ നിൽക്കുന്നു. ഒരുപാട് തൊഴിലാളികളുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 20-22 തൊഴിലാളികൾ. ഇത് ഗ്രാമ്പൂവിന്റെ ഈ സീസൺ കഴിയുന്നവർ ഇവിടെ കാണും. ഇവിടെ കാണും. മാർച്ച് 31-ാം തീയതി വരെ ഇവിടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണും. അപ്പൊ ഇത് മൊത്തത്തിൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ ഗ്രാമ്പൂവിന്റെ ഇത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും സീസൺ കഴിയുമ്പോൾ. അപ്പം ഇതാണ് നമ്മളെ ബ്രൈമൂറിന്റെ ഒരു കാഴ്ച. നമ്മളെ സ്വന്തം നാട്ടിൽ ഉള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഗ്രാമ്പു ഇതിൻ്റെ ഈ വിളവെടുപ്പ് ഒക്കെ കാണുന്നത്. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് ഇനി നേരെ നമുക്ക് മാടൻ വാട്ടർ ഫാൾസിലോട്ട് പോകാം. അപ്പം ഇവിടെ തന്നെ ഒരുപാട് കാണാനുണ്ട്. അതാണ് ഇവിടെ തന്നെ അങ്ങ് നിൽക്കുന്നത്. അപ്പം നേരെ ഇനി വാട്ടർ ഫാൾസിലോട്ട് പോകാം. വാട്ടർ ഫാൾസിൽ വലിയ വെള്ളമൊന്നുമില്ല, എങ്കിലും പോവാം. പോയി കണ്ടിട്ട് വരാം സ്ഥലമൊക്കെ. അതാ നമ്മളെ എലിപ്പാടിനടുത്ത് കഞ്ഞ സൂപ്പർ വെള്ളച്ചാട്ടത്തിന് മേലെ നിന്ന് നീരുറവെന്ന് ഓസിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. പണ്ട് മുതൽ ഈറത്തണ്ടുകളൊക്കെ വെച്ചാണ് ഇതുപോലെ വെള്ളം കാട്ടിൽ വസിച്ചിരുന്നത്, വെള്ളം ശേഖരിച്ചിരുന്നത്. ഇപ്പം പോളിത്തീൻ പൈപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് അല്ലേ? എങ്ങനെയുണ്ട് തണുത്ത വെള്ളം അല്ലേ? അടിപൊളി. അതെ, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം അടയ്ക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇതാണ് മേളിൽ നിന്ന് ഇങ്ങനെ വാട്ടർ ഫാൾസിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, നല്ല തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും മിനറൽസ് വാട്ടർ ഇതാണ്, മിനറൽ വാട്ടർ. അതാ ഷെവീക്കൊക്കെ അവിടെ നിന്നൊക്കെ അതാണ് കയ്യിലിരിക്കണം. എന്താണ് അത്? മറ്റേ നമ്മളെ വീഡിയോയിലൊക്കെ കാണാല്ലേ, ഇത് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ച് കയറി പോകുന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പഞ്ഞിക്കല്ലി ഉണ്ട്. ചെവിക്കൊക്കെ ഇതാണ്. ചെവിക്കായ കൊണ്ട് നമ്മൾ ഇങ്ങനെ വനത്തിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചിരുന്ന ഒരു അപ്പം നാടി കിട്ടിയിട്ടുണ്ട്. അപ്പം ജാതിക്ക ഒപ്പിച്ചുകൊണ്ടുവന്ന് അവർ തന്ന് നമുക്ക് ജാതിക്ക ഉപ്പിട്ട് നല്ല ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ജാതിക്ക. അതാ വിപിൻ ചേട്ടൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പൊ നമ്മളതാ ₹1 പ്രദേശം കൊണ്ട് ബ്ലോഗ് ചെയ്ത് നമ്മളെ കൂടെ വരുന്നുണ്ട്. നല്ല ഉപ്പും നല്ല എങ്ങനെയുണ്ട്? പടി പാളിയെന്ന് തോന്നുന്നു. അടുത്ത ഷെവീക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഒരു ജാതിക്ക കിട്ടി, നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയാണ് ഇപ്പിട്ട്. അപ്പോൾ നമ്മൾ വേറെ കുറച്ച് ബ്രദേഴ്സ് ഉണ്ട് കൂടെ. അപ്പം നമ്മൾ വഴിയിൽ നിന്ന് പരിചയപ്പെട്ടാണ്. അവര് ഡോക്ടേഴ്സ് ആണ്. ഇവിടെ ഏത് കോളേജാ ബ്രോ? മെഡിക്കൽ കോളേജിൽ നിന്നാണ്. എല്ലാവർക്കും നമ്മൾ ജാതിക്ക ട്രൈ ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ കൊടുത്തേക്കാണ് ജാതിക്ക. ഇനി നമുക്ക് വെള്ളം കുടിക്കാമല്ലേ? അപ്പൊ ജാതിക്ക കഴിച്ചതിന്റെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി വിപിൻ ചേട്ടൻ നമ്മൾ നല്ല ഇവിടുന്ന് നമ്മളെ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. അവിടെ പൈപ്പ് കണക്ട് ചെയ്ത് ഒരു രക്ഷയില്ലല്ലേ? തണുപ്പുണ്ടല്ലേ? ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല തണുപ്പുണ്ട്. നമ്മളെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കണമൊക്കെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരും വിചാരിക്കില്ല, തുറന്നു വിട്ടാന്ന് വിചാരിക്കില്ല. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മോളിൽ നിന്ന് നമ്മൾ അരുവിയിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് കണക്ട് ചെയ്ത് വരുന്നതിന് നേരത്തെ ശരീരക്കൊക്കെ പറഞ്ഞത് പണ്ട് കാലങ്ങൾക്ക് ഈറയിലാണ് അത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ നമ്മളെ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇപ്പം കുറച്ചുകൂടെ ഹൈടെക് ആയി പൈപ്പ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. കണ്ണീര് പോലത്തെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കറങ്ങാൻ നേരെ മാടൻ വാട്ടർ ഫാൾസിലോട്ട് പോകുന്ന ഈ റൂട്ടാണ് നമുക്ക് മാടൻ വാട്ടർ ഫാൾസിലേക്ക് പോകുന്നത്. അപ്പം നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം.
അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമൊക്കെ കാണാനുണ്ട്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ ബ്രൈമൂർ ബംഗ്ലാവ് കണ്ടു, നമ്മളെ ഹെലിപാഡ് കണ്ടു, പിന്നെ നമ്മളെ ഗ്രാമ്പു കൃഷിയുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മളെ നാടൻ വാട്ടർ ഫാൾസ്. അപ്പോൾ ഇതാണ് നമ്മളെ തേയിലയ്ക്ക് വേണ്ടി എടുക്കുന്ന മുകളിലത്തെ പോഷൻ. അപ്പോൾ ഇത് കട്ട് ചെയ്താണ് ഉണക്കി പൊടിച്ച് നമ്മളെ തേയിലയായിട്ട് വരുന്നത് പല കമ്പനിയുടെ പേരിലും. അപ്പോൾ ഇപ്പം തേയില ഇവിടെ ചെയ്യുന്നില്ല, പകരം ഗ്രാമ്പു അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതാ നാടൻ വാട്ടർ ഫാൾസിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വലിയൊരു പാറയാണ്. ആ പാറയുടെ അടിയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകാനുള്ളത്. അവിടെ ചെവി കണ്ട പാമ്പിനെ വിളിച്ചു വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകുടി ഊതി ഒന്നും കൂടെ. പക്ഷേ പാമ്പല്ല, അതിനകത്ത് കുറേ ബിയർ ഊപ്പി മാത്രമേ ഉള്ളൂ. ഇതാണ് വാട്ടർ ഫാൾസിലേക്ക് ഇറങ്ങണം ആ വഴിയും കാര്യങ്ങളൊക്കെ. ഇപ്പം വെള്ളം കുറവാണ്, ഇപ്പം മഴ സമയം അല്ലാത്തതുകൊണ്ട് വളരെ വെള്ളം കുറവാണ്. എങ്കിലും നല്ല രസമാണ് കുളിക്കാനും എല്ലാത്തിനും. ഇതാ മുകളിൽ നിന്നൊക്കെ കല്ല് താഴെ പോയി. ഇതൊക്കെയാ എന്താ വാട്ടർ ഫാൾസിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരിതാണിത്. ആ വെള്ളം വരുന്നുണ്ടോ? ഒരു രക്ഷയില്ല. അപ്പം നമ്മളെ ₹1 ബ്രോയില ഒരു ബ്രോ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാ അത് കൊള്ളാം കേട്ടോ വെള്ളം. ഇതാണ് നമ്മളെ മറ്റൊരു വ്യൂ വരുന്നത്. രക്ഷയില്ല. താഴെ നമുക്ക് നിന്ന് കുളിക്കാം, മുകളിൽ നമുക്ക് കാണാം. ഇപ്പം വെള്ളം കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്ന സ്ഥലമാണ്. കയറുന്നുണ്ടോ? ഇതാ മുകളിൽ നിന്ന് മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം മഴ കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിവിടെ നിൽക്കാൻ പറ്റൂല, അത്രയ്ക്ക് വെള്ളമാകും. ഇതാ നമ്മളാ താഴെ എന്നുള്ളത്, നമ്മളെ നേരത്തെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പോൾ താഴെ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോകാമായിരുന്നു. രക്ഷയില്ല, വെള്ളം നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാലോടുള്ള നമ്മളെ പൊന്മുടിയുടെ അരുവാരത്തുള്ള ബ്രൈമൂർ എസ്റ്റേറ്റിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പം നിങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ബ്രൈമൂറിലെ കാഴ്ചകൾ നമ്മളിവിടെ തീർക്കുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ 1-2 ദിവസം കൊണ്ട് നമ്മൾ ബ്രൈമൂറിലെ കാഴ്ചകൾ തീരില്ല. ഇനിയും ആ കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.